ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനത്തൊക്കെ ഇൻട്രോ മതിയെന്നേ, അല്ലെങ്കിൽ ഈ കാലത്തെങ്ങും ഞാനൊരു വീഡിയോ ഇടുന്നു എനിക്ക് തോന്നുന്നില്ല. അതുവേ ഇന്നൊരു കടയിലെ ദിവസമാണ്. ഒരു 10 മണിക്ക് ആയപ്പോൾ തന്നെ ഞാൻ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിലോട്ട് പോയത്. കടയിൽ ചെന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ഉള്ള 4 പ്ലേറ്റ് ഞാൻ ഒരു പാട്ടും കേട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു. ഞാൻ ഈ കടയിൽ നിൽക്കുന്ന സമയത്ത് ഈ പാട്ടൊക്കെ കേട്ട് വൃത്തിയാക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എങ്ങനെയൊക്കെ ഒന്ന് ടൈം പാസ് ആക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് കേട്ട് പതിയെ ഓരോന്ന് ക്ലീനാക്കി വെച്ചു. പിന്നെ നമ്മുടെ കോളേജൊക്കെ തുറക്കാറായി. അപ്പോൾ ഇനി ഇങ്ങനത്തെ കടയിലത്തെ വീഡിയോസൊക്കെ വരാൻ ചാൻസ് കുറവാണ്. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അച്ഛൻ മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ കടയിലോട്ട് പോയത് കൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അമ്മ ഈ ഒരു ചിക്കൻ ബൺ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ 3 പേർക്കുള്ള ചോറ് കൊണ്ടുവരുന്നത്. പിന്നെ ഇത് മുട്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയുടെ ഒരു ചെറിയ പ്രിപ്പറേഷനാണ്. ഈ മുട്ട റോസ്റ്റ് ഇല്ലേ, ഏകദേശം ആ ഒരു ടൈപ്പ് വരുന്ന ഒരു സാധനമാണ് ഈ മുട്ട മസാല. പിന്നെ ഈ ഒരു പഴം ശ്രദ്ധിച്ചോ ഗൈസ്, ഈ ഒരു പഴമാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ പഴംപൊരി അയക്കുന്നത്. ഇനി നമുക്കിത് അടുക്കി വെക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഈ ഒരു ഏത്തയ്ക്കാപ്പം കൂടി അടുക്കി വെക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മുട്ട റോസ്റ്റ്. കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ അച്ഛൻ നല്ല ചൂട് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ ഉഴുന്നുവടയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കഴിക്കാനും പാഴ്സലൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ചമ്മന്തിക്കാരൊക്കെ പാഴ്സലെടുത്തു. പിന്നെ വേറൊരു പ്ലാൻ കൂടി വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം.